ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇന്ന് 1/2 കിലോ ഇറച്ചി കൊണ്ട് പത്തിരിക്കുള്ള കറി ഉണ്ടാക്കാനാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കപ്പോൾ ആവശ്യമായത് 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലി. പത്തിരിക്കാകുമ്പോൾ നമുക്ക് നല്ല കറിയൊക്കെ വേണം. നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ 4 ടീസ്പൂൺ മല്ലി, വലിയ ജീരകം 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയും സാധനം വെച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. വേവിച്ചതിന് ശേഷമാണ് നമ്മൾ കറി ബാക്കിയുള്ള ചേരുവയൊക്കെ ചേർത്തത്. ഇപ്പോൾ കുക്കറിലൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, വിസിൽ വരട്ടെ. അപ്പോൾ നമുക്ക് ഇറച്ചി കറിയിലേക്ക് ആവശ്യം 2 വലിയ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില 1 ടീസ്പൂൺ, കുരുമുളക്, വലിയ ഉള്ളി 2 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എടുത്ത് വെച്ചത് ഒരു ചട്ടി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വഴറ്റാൻ പോവുകയാണ്. അതൊക്കെ നല്ലോണം വഴറ്റിയിട്ട് വേണം നമുക്ക് കറി ശരിയാക്കാൻ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാനുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഇളക്കണം. ചെറുതായി കട്ട് ചെയ്യണം. ഉള്ളിയൊക്കെ നല്ലപോലെ ഉടയാനുണ്ട്. അപ്പോൾ ഉടഞ്ഞെങ്കിലുള്ള കറിയിൽ അല്ലെങ്കിൽ അതേപോലെ കിടക്കും. അപ്പോൾ ഇത് വാടാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടി കുറച്ച് വാടി കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക്, തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊന്ന് വഴറ്റിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം വാടി കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി എല്ലാം ഇട്ട് വെച്ചിട്ട് കേട്ടോ. ഒരു ചിരട്ടക്കയിൽ വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് ഉടയുക, അല്ലെങ്കിൽ ഉടയൂല, അങ്ങനെ അതിൽ കിടക്കും. അപ്പോൾ നല്ലോണം ഉടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിരട്ടക്കയിൽ വെച്ചിട്ട് ഉടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ ഉടയുന്നുണ്ട്. ഇവിടെ വാടി നല്ല ഉടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇതിൽ കട്ടി ഉണ്ടാവും. അത് തക്കാളിയൊക്കെ നല്ലതുപോലെ അരിയണം, എന്നാലുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളകൊക്കെ നമ്മൾ ടേസ്റ്റിന് എരിവിനൊക്കെ കൂടി ഇടുന്നതാണ്. എരിവൊക്കെ എല്ലാവരും അവർക്ക് ആവശ്യമുള്ള ഇട്ടുണ്ട്. അപ്പം പിന്നെ ഒരു 6 ആക്കിലെ കറി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മസാലക്കൂട്ടൊക്കെ ചേർക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ വഴറ്റിങ്ങാണ്ട് ഇറച്ചി ഇതിൽ വേവിക്കട്ടോ. അങ്ങനെയുണ്ട്, അങ്ങനെ വേറെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇന്നിങ്ങനെ ചെയ്തത്. എനിക്ക് സമയം കുറവായിരുന്നു, അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്.
അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കറിയിലേക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ അല്ല തേങ്ങ അരച്ചത് വരുന്നുണ്ട് കേട്ടോ. കറി കട്ടിണ്ടാവാനാണ്. ഇങ്ങനെ ഒരു കറി ഇങ്ങനെയും കഴിക്കുക, ഇനി ഇതിലേക്ക് തേങ്ങ പാർന്നിട്ട് അങ്ങനെയും കഴിക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരാണ്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ട് ഒന്ന് നല്ലോണം തിളക്കാണ്ട്, തിളച്ചിട്ട് വേണം നമുക്ക് തേങ്ങ പാരാൻ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളക്കണുണ്ട് കേട്ടോ. കണ്ടോ, നല്ലതുപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല തിളച്ചാലുള്ളൂ നമുക്കതിൻ്റെ വെളുത്തുള്ളിൻ്റെ കുത്തൊക്കെ പോവുക. ആ വെളുത്തുള്ളിയൊക്കെ ഇതിലൊന്ന് നല്ലോണം തിളച്ചിട്ട് അതിൻ്റെ പച്ച രുചിയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കാൻ പോകും കേട്ടോ. ഇങ്ങനെ തേങ്ങ ഒഴിക്കാതെ നമുക്ക് കഴിക്കാം. തേങ്ങ ഒഴിച്ച് കഴിക്കുമ്പോൾ അതിന് വേറെ രുചി, തേങ്ങ ഒഴിക്കാതെ കഴിക്കുമ്പോൾ വേറെ രുചി. ഓരോരുത്തരെ താല്പര്യം പോലെ ചെയ്യുക. തേങ്ങ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ നമ്മളൊന്ന് തുള്ളി വരാനേ പാടുള്ളൂ. കുറേ സമയം തിളക്കാൻ പാടില്ല തേങ്ങ പാർന്ന് കഴിഞ്ഞാൽ. അത് തുള്ളി വരുന്നുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അത്രയും മതി. ഇനി നമുക്കിത് ഉലുവട്ട് വറുത്തെടുക്കണം. അപ്പം ഞാൻ ചെറിയൊരു ചട്ടി വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നേരത്തെ വഴറ്റാൻ വേണ്ടി നമ്മൾ കുറേ വെളിച്ചെണ്ണ പാർന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവട്ടാണ് വറുക്കണത്. ഇത് ഉള്ളിട്ട് വറുത്തെടുക്കുക, ഉലുവട്ടും വറുക്കുക. അപ്പോൾ ഉലുവൊക്കെ നമ്മൾ ആ ഇറച്ചിക്കറിക്കുള്ള പത്തിരിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കുറച്ച് പത്തിരി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ബാക്കി എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ പത്തിരി എല്ലാം പരത്തിയിട്ടുണ്ട്. ഇത് ചുട്ടെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് കഴിക്കാനാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയായ ഇറച്ചിക്കറിയും പത്തിരിയും ഒക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എങ്ങനെയുണ്ട്? നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുക, ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണ് ഉണ്ടാക്കുക. അപ്പം ഞാനൊരു ടേസ്റ്റിലുണ്ടാക്കിയത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടറിയാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.